വെൽക്കം ബാക്ക് ടു മെന്റർ സ്കൂൾ ഓഫ് ഇംഗ്ലീഷ്. പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നിങ്ങളിവിടെ നോക്കുകയെ, ഞാനിവിടെ 4 കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. വിൽ, വിൽ ബി, വിൽ ഹാവ് ബീൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഫ്യൂച്ചറിലെ ഭാവിയിലെ ഒരു കാര്യം പറയാനായിട്ട് നമ്മളെല്ലാം അവിടെ ഏത് ഓക്സിലറി വെർബ് ഉപയോഗിക്കും? വിൽ. ആ വില്ല് പല തരത്തിൽ നമുക്ക് ഉപയോഗിക്കാം. വിൽ, വിൽ ബി, വിൽ ഹാവ് ബീൻ, ഇങ്ങനെയൊക്കെ പലതരത്തിൽ പല സെന്റൻസിൽ വരും. ആ വ്യത്യാസം എന്താന്ന് വൃത്തിയായിട്ട് ഞാൻ ഇന്ന് നിങ്ങൾക്ക് സ്പഷ്ടമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഈ എക്സാമ്പിൾസ് നിങ്ങൾ നോക്കിക്കേ. ഐ വിൽ റൈറ്റ് ദ എക്സാം, ഞാൻ പരീക്ഷ എഴുതും. ഐ വിൽ ബി റൈറ്റിംഗ് ദ എക്സാം, ഞാൻ പരീക്ഷ എഴുതുകയാകും. ഐ വിൽ ഹാവ് റിട്ടൺ ദ എക്സാം, ഞാൻ എക്സാം എഴുതിയിട്ടുണ്ടാകും. ഐ വിൽ ഹാവ് ബീൻ റൈറ്റിംഗ് ദ എക്സാം, പരീക്ഷ എഴുതും, എഴുതുകയായിരിക്കും, എഴുതിയിട്ടുണ്ടാകും, എഴുതിക്കൊണ്ടിരിക്കുകയാകും. അപ്പൊ 4 തരത്തിൽ നമുക്ക് ആ സെന്റൻസ് ഭാവിയിൽ റെപ്രസെന്റ് ചെയ്യാൻ പറയാം, അക്കോർഡിംഗ് ടു ദ ടൈം ഓഫ് ദ ആക്ഷൻ. അതെങ്ങനെയാന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. 4 തരത്തിൽ നിങ്ങൾക്കറിയാം. സിമ്പിൾ ഫ്യൂച്ചറിൽ പറയാം, ഫ്യൂച്ചർ കണ്ടിന്യൂസിൽ പറയാം, ഫ്യൂച്ചർ പെർഫെക്റ്റിൽ പറയാം, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയാം. അപ്പൊ വില്ലിന്റെ വിവിധ തരത്തിലുള്ള ഉപയോഗം നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്, അതായത് സിംപിളി വില്ല് ചേർത്ത് സബ്ജക്ട് പ്ലസ് ബേസ് ഫോം, വെറുതെ ബേസ് ഫോം ചേർത്ത് വില്ലിന്റെ കൂടെ ബേസ് ഫോം ചേർത്ത് പറയുന്നതാണ് ഏത്? സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. വിൽ ഗോ, വിൽ കോൾ, വിൽ റീഡ്, വിൽ ജംപ്, ചാടും, പഠിക്കും, തിന്നും, കുടിക്കും, അങ്ങനെ ചേർത്ത് പറയുന്നതെല്ലാം സിമ്പിൾ ഫ്യൂച്ചർ ആണ്. അപ്പൊ വിൽ പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബ്. അപ്പൊ പല സ്ഥലത്ത് നമുക്ക് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കാം. അത് എവിടെയൊക്കെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കി തരാൻ പോകുന്നത്. ഒന്നാമത്തെ സഡൻ ഡിസിഷൻ, പെട്ടെന്ന് നമ്മളൊരു തീരുമാനം എടുക്കുക. ഞാൻ അവനെ ഇപ്പൊ തന്നെ വിളിക്കും, ഞാൻ അവനെ ഇപ്പോൾ വിളിക്കും, ഇപ്പോൾ, ജസ്റ്റ് നൗ, റൈറ്റ് നൗ, ഞാൻ ഇപ്പൊ തന്നെ അവനെ വിളിക്കും. എങ്ങനെ പറയും? ഐ വിൽ, വിളിക്കുക എന്നുള്ളതിന് കോൾ. ഐ വിൽ കോൾ ഹിം റൈറ്റ് നൗ, ഞാൻ അവനെ ഇപ്പൊ തന്നെ വിളിക്കും. ഐ വിൽ കോൾ ഹിം റൈറ്റ് നൗ. ഇനി ഞാൻ അവളോട് സംസാരിക്കും. ഐ വിൽ ടോക്ക് ടു ഹെർ. ഐ എന്നുള്ളതിന് ഇൽ എന്ന് പറഞ്ഞാൽ മതി. ഐ വിൽ എന്ന് പറയുന്നതിന് ഐ വിൽ ടോക്ക് ടു ഹെർ, ഞാൻ അവളോട് സംസാരിക്കും. അപ്പോസ്ട്രോഫി ഡബിൾ എൽ ഇട്ടാ മതി ഷോർട്ട് ഫോം ആയിട്ട്. ഐ വിൽ ഓപ്പൺ ദ ഡോർ, ഞാൻ വാതില് തുറക്കും. ഐ വിൽ ഓപ്പൺ ദ ഡോർ. ഓക്കെ, ഇതൊക്കെ സഡൻ ആക്ഷനെ കാണിക്കാനാണ്. ഇനി നിങ്ങൾ ഈ സെന്റൻസ് നോക്കിക്കേ. ഞാൻ നിന്നോട് നുണ പറയേയില്ല, ഞാൻ നിന്നോട് ഒരിക്കലും നുണ പറയില്ല. നമ്മൾ ഒരാൾക്കൊരു പ്രോമിസ്, വാഗ്ദാനം കൊടുക്കുകയാണ്. ഞാൻ ഒരിക്കലും നിന്നോട് നുണ പറയില്ല. എങ്ങനെ പറയും? നുണ എന്നുള്ളതിന് എന്താണ്? ലൈ. ഒരിക്കലും നെവർ. ഐ വിൽ നെവർ ലൈ ടു യു, ഞാൻ ഒരിക്കലും നിന്നോട് എന്ത് പറയില്ല? നുണ പറയില്ല. ഐ വിൽ നെവർ, നെവർ എന്നുള്ളത് അവിടെ നെഗറ്റീവ് മീനിങ് ആണ്. ഐ വിൽ നെവർ ലൈ ടു യു, ഞാൻ നിന്നോട് നുണ ഒരിക്കലും പറയില്ല. ഞാൻ എല്ലായ്പ്പോഴും നിന്നെ സപ്പോർട്ട് ചെയ്യും, എല്ലായ്പ്പോഴും ഞാൻ നിന്റെ കൂടെ ഉണ്ട്. എങ്ങനെ പറയും? എല്ലായ്പ്പോഴും എന്നുള്ളതിന് എന്താണ്? ഓൾവേസ്. ഐ വിൽ ഓൾവേസ് സപ്പോർട്ട് യു. ഐ വിൽ ഓൾവേസ് സപ്പോർട്ട് യു, ഞാൻ എല്ലായ്പ്പോഴും നിന്നെ സപ്പോർട്ട് ചെയ്യും. നിന്റെ ബുക്ക് നാളെ അവൾ കൊണ്ടുവരും, ഉറപ്പായിട്ടും അവൾ നിന്റെ ബുക്ക് നാളെ കൊണ്ടുവരും. ഒരു പ്രോമിസ് ആണ്. ഷി വിൽ ബ്രിങ് യുവർ ബുക്ക് ടുമോറോ. ഷി വിൽ ബ്രിങ് യുവർ ബുക്ക് ടുമോറോ. ഞാൻ പെട്ടെന്ന് മറുപടി തരാം. ഐ വിൽ റിപ്ലൈ സൂൺ. അല്ലെങ്കിൽ ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു എന്ന് പറയാം. ഐ വിൽ റിപ്ലൈ സൂൺ എന്ന് പറയുന്നതിന് പകരം നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഗെറ്റ് ബാക്ക്. ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു സൂൺ. ഇനി നമ്മൾ നോക്കിക്കേ, നമ്മൾ സാധാരണ പറയും ഇപ്പൊ മഴക്കാലമാണ്, ഇന്ന് വൈകിട്ട് മഴ പെയ്യും. ഒരു പ്രഡിക്ഷൻ ആണ്, ഇന്ന് വൈകിട്ട് മഴ പെയ്യും. എങ്ങനെ പറയും? ഇറ്റ് വിൽ റെയിൻ ദിസ് ഈവനിങ്. ഇറ്റ് വിൽ റെയിൻ ദിസ് ഈവനിങ്. ഉറപ്പായിട്ട് ഇന്ന് വൈകിട്ട് മഴ പെയ്യും. ഒരു പ്രഡിക്ഷൻ നമ്മൾ പറയുകയാണ് ചെയ്യുന്നത്. അതിനെ വേറൊരു തരത്തിൽ പറയാം. ഇറ്റ് വിൽ റെയിൻ എന്നുള്ളതിന് പകരം ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ ദിസ് ഈവനിങ് എന്ന് പറയാം. ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ ദിസ് ഈവനിങ്. ഈസ് ഗോയിങ് ടു ഫോം ചേർത്ത് ഫ്യൂച്ചറിൽ പറയാം, സിമ്പിൾ ഫ്യൂച്ചറിൽ. ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ ദിസ് ഈവനിങ്. ഞാൻ അടുത്ത ആഴ്ച എക്സാം എഴുതാൻ പോകുന്നു. ഐ ആം ഗോയിങ് ടു റൈറ്റ് ദ എക്സാം നെക്സ്റ്റ് വീക്ക്. അപ്പൊ ഗോയിങ് ടു ഫോം ചേർത്ത് നമുക്ക് എന്ത് പറയാം? സിമ്പിൾ ഫ്യൂച്ചറിൽ പറയാം, വില്ലിന് പകരം ഉപയോഗിക്കാം.
അവൾ ആ കോമ്പറ്റീഷൻ ജയിക്കും, അവൾ ആ മത്സരം ജയിക്കും. നമ്മുടെ ഒരു പ്രഡിക്ഷൻ ആണ്. അപ്പൊ എങ്ങനെ പറയും? ഷീ വിൽ വിൻ ദ കോമ്പറ്റീഷൻ. ഷീ വിൽ വിൻ ദ കോമ്പറ്റീഷൻ. പ്രൈസ് വിൽ ഗോ അപ്പ് സൂൺ. പെട്ടെന്ന് വില ഇപ്പൊ തന്നെ കൂടും. പ്രൈസസ് വിൽ ഗോ അപ്പ് സൂൺ. വില ഇപ്പൊ തന്നെ കൂടും. ഓക്കെ. നമ്മൾ സാധാരണ പറയാറില്ലേ, അടുത്ത ഡിസംബർ ആകുമ്പോഴേക്കും അവർക്ക് 50 വയസ്സാകും എന്ന് പറയില്ല. അപ്പൊ എങ്ങനെ? ഇപ്പൊ റാണിക്ക് അടുത്ത ഡിസംബർ ആകുമ്പോ 50 വയസ്സാകും. എങ്ങനെ നമ്മൾ പറയും? റാണി വിൽ ടേൺ 50 നെക്സ്റ്റ് ഡിസംബർ. ആകുക എന്നുള്ളതിന് ഇംഗ്ലീഷിൽ ബി വെബ് ഉണ്ട്. അപ്പൊ നമുക്ക് അത് വിൽ ടേൺ എന്നതിന് പകരം എങ്ങനെ പറയാം? റാണി വിൽ ബി 50 നെക്സ്റ്റ് ഡിസംബർ. റാണി വിൽ ബി 50 നെക്സ്റ്റ് ഡിസംബർ. അവനൊരു വലിയ ഡോക്ടർ ആകും. അംബിഷൻ ഒക്കെ പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഐ വിൽ ബിക്കം. ഇപ്പൊ എങ്ങനെ പറയാം? അവനൊരു വലിയ ഡോക്ടർ ആകും. ഹി വിൽ ബിക്കം എ ഗ്രേറ്റ് ഡോക്ടർ. ബിക്കം ആയിത്തീരുക, ബേസ് ഫോം ആണ്. അതേപോലെ തന്നെ ആകുക എന്നുള്ള ബി അവിടെ ചേർത്ത് പറയാം. എങ്ങനെ പറയാം? ഹി വിൽ ബി എ ഗ്രേറ്റ് ഡോക്ടർ. ഹി വിൽ ബി എ ഗ്രേറ്റ് ഡോക്ടർ. ഒന്നില്ലെങ്കിൽ ഹി വിൽ ബിക്കം എ ഗ്രേറ്റ് ഡോക്ടർ, അല്ലെങ്കിൽ ഹി വിൽ ബി എ ഗ്രേറ്റ് ഡോക്ടർ. ഓക്കെ. ഇനി നമുക്ക് ഈ വാചകം ഒന്ന് നിങ്ങൾ നോക്കിക്കേ. നിന്നെ കാണുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമാകും, സന്തോഷവതിയാകും, അവൾക്ക് ഭയങ്കര സന്തോഷമാകും, ഹാപ്പി. അതെന്താണ്? ഒരു അഡ്ജക്റ്റീവ് ആണ്, സന്തോഷമുള്ള. ഇപ്പൊ എങ്ങനെ പറയും? ഷീ വിൽ ബി ഹാപ്പി ടു സീ യു. വിൽ ബി പ്ലസ് അഡ്ജക്റ്റീവ്. ഷീ വിൽ ബി ഹാപ്പി ടു സീ യു. അവൻ ഇന്ന് താമസിക്കും. ഹി വിൽ ബി ലേറ്റ് ടുഡേ. ഹി വിൽ ബി ലേറ്റ് ടുഡേ. അവൻ ഇന്ന് താമസിക്കും. ഇത് നമ്മൾ വിൽ ബി പ്ലസ് അഡ്ജക്റ്റീവ് ആണ്. ഇനി നിങ്ങൾ നോക്കിക്കുക, അവൻ അല്ലെങ്കിൽ അവള് അടുത്ത ലീഡർ ആകും. എങ്ങനെ പറയും? ഷീ വിൽ ബി ദ നെക്സ്റ്റ് ലീഡർ. വിൽ ബി പ്ലസ് നൗൺ ആണ് അവിടെ വന്നിരിക്കുന്നത്. ഷീ വിൽ ബി ദ നെക്സ്റ്റ് ലീഡർ. അവൾ അടുത്ത ലീഡർ ആകും. നീ എല്ലായ്പ്പോഴും എന്റെ കൂട്ടുകാരനായിരിക്കും, എന്നും ഉള്ള കൂട്ടുകാരനായിരിക്കും നീ എന്റെ. ഇപ്പൊ എങ്ങനെ പറയും? യു വിൽ ബി മൈ ഫ്രണ്ട് ഫോർ എവർ. യു വിൽ ബി മൈ ഫ്രണ്ട് ഫോർ എവർ. ഓക്കെ. ഇനി നിങ്ങളിവിടെ നോക്കിക്കേ. ഞാൻ നാളെ വീട്ടിൽ കാണും. എങ്ങനെ പറയും? നാളെ എന്നുള്ളതിന് ടുമോറോ, ഹോം. ഞാൻ നാളെ വീട്ടിൽ കാണും. എങ്ങനെ പറയും? ഐ വിൽ ബി അറ്റ് ഹോം ടുമോറോ. അത് വിൽ ബി പ്ലസ് പ്രിപ്പോസിഷൻ ഫ്രേസ് ആണ്. ഐ വിൽ ബി അറ്റ് ഹോം ടുമോറോ. അടുത്ത ആഴ്ച അവൻ ലീവ് ആയിരിക്കും. He will be on leave next week. He will be on leave next week. ഇന്ന് രാത്രി മഴ പെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. I think it will rain tonight. I think it will rain tonight. ഇപ്പൊ മഴക്കാലമാണ്, ഇന്ന് രാത്രി മഴ പെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. I think it will rain tonight. അതൊരു വേറൊരു തരത്തിലും പറയാം. It is going to rain tonight. It is going to rain tonight. രാജുവിന് സൈക്കിള് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. രാജു will definitely like this bicycle. രാജു will definitely like this bicycle. ഓക്കെ. ഇനി ഒരു പക്ഷേ, അവൻ ഒരു പക്ഷേ അല്ലെങ്കിൽ അവൾ ഒരു പക്ഷേ അവനെ കാണും. അവൾ ഒരു പക്ഷേ അവനെ കാണും. എങ്ങനെ പറയും? Maybe she will meet him. Maybe she will meet him. ഒരു പക്ഷേ അവൾ അവനെ കണ്ടേക്കും. Maybe she will meet him. അവൻ പരീക്ഷ പാസ്സായേക്കും. He will pass the examination. അവൻ ഉറപ്പായിട്ട് പരീക്ഷ പാസ്സായേക്കും. He will pass the examination. അത് വേറൊരു തരത്തിൽ പറയാം. I think he will pass the examination. ഞാൻ വിചാരിക്കുന്നു അവൻ പരീക്ഷ പാസ്സായേക്കുമെന്ന്. I think he will pass the examination. ഇനി നേരെ തിരിച്ച് അവൻ ആ ടെസ്റ്റ് അല്ലെങ്കിൽ എക്സാം പാസ്സാകില്ലെന്നാണെങ്കിലോ പറയുന്നത്? He won't pass the test. അല്ലെങ്കിൽ നമുക്ക് പറയാം I don't think he will pass the test.
അപ്പൊ he will pass the examination എന്നുള്ളതിന് നമുക്ക് വേറൊരു തരത്തിൽ പറയാം I think he will pass the examination. തിരിച്ച് അവൻ പരീക്ഷ പാസ്സാകില്ല എന്നാണെങ്കിലോ he won't pass the test. അത് don't think ചേർത്ത് പറയാം I don't think he will pass the test. അല്ലാതെ I think he won't pass the test എന്ന് പറയുന്നത് തെറ്റാണ് കേട്ടോ. I think he won't pass the test എന്ന് പറയുന്നത് തെറ്റാണ്. പകരം എങ്ങനെ പറയണം? I don't think he will pass the test. ഓക്കെ, ഇനി ഈ വാചകം നിങ്ങൾ നോക്കിക്കേ. Will you join us for the wedding? ഒരു ഇൻവൈറ്റ് ചെയ്യുകയാണ്, ഒരു ഇൻവിറ്റേഷൻ ആണ്. ഞങ്ങളോടൊപ്പം നീ ആ വെഡിങ്ങിന് ചേരുമോ, വരുമോ? Will you join us for the wedding? ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുമ്പോൾ തിരിച്ച് നമ്മൾ പറയുമ്പോൾ എന്ത് പറയും? Yes, I will. Yes, I will join with you. Will you join us for the wedding? നീ ആ വാതിലൊന്ന് അടയ്ക്കുമോ? എങ്ങനെ ചോദിക്കും? Will you close the door, please? ഇത് വില്ല് ചേർത്ത് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. വേറെ തരത്തിലൊക്കെ ഇത് ചോദിക്കാം കേട്ടോ. Will you close the door, please? നീ എന്നെ സഹായിക്കുമോ? Will you help me? Yes, I will help you. തിരിച്ച് ആൻസർ എങ്ങനെ പറയും? Yes, I will or I will help you. നമ്മൾ സമയത്തിന് എത്തുമോ? Will we reach on time? On time, കറക്റ്റ് സമയത്ത്. Will we reach on time? അവളിന്ന് വരുമോ? എങ്ങനെ ചോദിക്കും? Will she come today? Yes, she will. No, she won't. No ആണെങ്കിൽ she won't. ഇല്ല, അവൾ വരില്ല. Yes, അവൾ വരും. Yes, she will. നീ ഒന്ന് മിണ്ടാതിരിക്കാവോ? കുറച്ചു നേരം. Will you be quiet, please? Will you be quiet? Be quiet. മിണ്ടാതിരിക്കുക. Be quiet. Will you be quiet, please? ഒരു മിനിറ്റ് എനിക്ക് വേണ്ടി കാത്തു നിൽക്കുമോ? ഒരു മിനിറ്റ്. അങ്ങനെ ചോദിക്കും. Will you wait for a minute? Will you wait for a minute? ആൻസർ ആണെങ്കിൽ yes, I will. No, I won't. ഓക്കെ, ഇനി ഈ വില്ല് വേറെ സ്ഥലത്ത് നമുക്ക് ഉപയോഗിക്കാം. നിങ്ങൾ നോക്കിക്കേ. നീ പഠിച്ചാൽ ജയിക്കും. ഓൾറെഡി ഞാൻ പറഞ്ഞതെന്നാണ് കണ്ടീഷണൽ സെന്റൻസ്. നീ പഠിച്ചാൽ ഉറപ്പായിട്ടും നീ ജയിക്കും. അതായത് ഇഫ് ചേർത്ത് വരുമ്പോ, ഇഫ് പ്രസന്റ് ടെൻസിലാണെങ്കിൽ അത് വരുന്ന കണ്ടീഷണൽ, അപ്പുറത്ത് വരുന്ന മെയിൻ ക്ലോസ് എപ്പോഴും സിമ്പിൾ ഫ്യൂച്ചറിലായിരിക്കും. അപ്പൊ ഇഫ് യു സ്റ്റഡി വെൽ, നീ ജയിക്കും. ഇഫ് യു, എങ്കിൽ, നീ പഠിച്ചെങ്കിൽ നീ ജയിക്കും. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്. നീ എന്റെ ഒപ്പം വന്നാൽ ഞാൻ നിന്നെ ഒരു സർപ്രൈസ് കാണിക്കാം, അല്ലെങ്കിൽ ഒരു സർപ്രൈസ് തരാം. എങ്ങനെ പറയും? ഇഫ് യു കം വിത്ത് മീ, നീ എന്റെ കൂടെ വരികയാണെങ്കിൽ ഐ വിൽ ഗിവ് എ സർപ്രൈസ്. ഐ വിൽ ഗിവ് എ സർപ്രൈസ്. ഇഫ് യു കം വിത്ത് മീ ഐ വിൽ ഗിവ് എ സർപ്രൈസ്. ഇത് കണ്ടീഷണൽ സെന്റൻസിൽ ഇഫ് ചേർക്കുന്നത്. അപ്പൊ നമ്മൾ എവിടെയൊക്കെ പഠിച്ചു? പൊളൈറ്റ് ക്വസ്റ്റിനകത്ത് ചോദിക്കാൻ പഠിച്ചു, പിന്നെ കണ്ടീഷണൽ സെന്റൻസിൽ പറഞ്ഞു, സഡൻ ആക്ഷനെ കാണിക്കാൻ പറഞ്ഞു, പെർമിഷൻ കൊടുക്കുന്ന പറഞ്ഞു. പല സ്ഥലത്ത് നമ്മൾ വില്ല് ചേർത്ത് പഠിച്ചു. ഇനി നോക്കിക്കേ നിങ്ങള്, പാസീവ് കൺസ്ട്രക്ഷനകത്ത് ഉടനെ തന്നെ ഗവൺമെന്റ് ആ റിസൾട്ട് പബ്ലിഷ് ചെയ്യും. നമ്മള് സ്റ്റേറ്റിൽ എങ്ങനെ പറയും? ദ ഗവൺമെന്റ് വിൽ പബ്ലിഷ് ദ റിസൾട്ട് സൂൺ. ദ ഗവൺമെന്റ് വിൽ പബ്ലിഷ് ദ റിസൾട്ട്സ് സൂൺ. ഇത് തന്നെ നമുക്ക് വേറൊരു തരത്തിൽ പറയാം. ദ റിസൾട്ട്സ് വിൽ ബി പബ്ലിഷ്ഡ് സൂൺ ബൈ ദ ഗവൺമെന്റ്. അവിടെ അണ്ടർസ്റ്റുഡ് ആണ്. ദ റിസൾട്ട്സ് വിൽ ബി പബ്ലിഷ്ഡ് സൂൺ. ഫ്യൂച്ചറിലാവുമ്പോ വില്ല് ഷാള പ്ലസ് ബി പ്ലസ് വി3 ഫോം ആണ്. പാസീവിൽ പറയുമ്പോൾ വേർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ തിരിച്ചെങ്ങനെ പറയും? ദ റിസൾട്ട്സ് വിൽ ബി പബ്ലിഷ്ഡ് സൂൺ. ഇഫ് ക്ലോസിന്റെയും പാസീവ് വോയിസിന്റെ ഒക്കെ ക്ലാസ് ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അതിന്റെ ലിങ്ക് താഴെ കൊടുക്കാം, നിങ്ങൾ നോക്കുക. ദ റിസൾട്ട്സ് വിൽ ബി പബ്ലിഷ്ഡ് സൂൺ. പോലീസ് അവനെ അറസ്റ്റ് ചെയ്യും. ദ പോലീസ് വിൽ അറസ്റ്റ് ഹിം. തിരിച്ച് he will be arrested by the police. അണ്ടർസ്റ്റുഡ് ആണ്. he will be arrested. അവൻ അറസ്റ്റ് ചെയ്യപ്പെടും. he will be arrested. ഓക്കെ, ഞാൻ എഗ്രിമെന്റ് ഒപ്പുവെക്കും. I will sign the agreement. I will sign the agreement. തിരിച്ചെങ്ങനെ പാസീവിൽ പറയും? the agreement will be signed. signed. the agreement will be signed by me. അണ്ടർസ്റ്റുഡ് ആണ്. ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യപ്പെടും. എങ്ങനെ പറയും?
വി വിൽ ബി ഇൻവൈറ്റഡ്. വി വിൽ ബി ഇൻവൈറ്റഡ്. തിരിച്ചു വരുവാണെങ്കിൽ എങ്ങനെ പറയും? ദേ വിൽ ഇൻവൈറ്റ് അസ്. അവർ ഞങ്ങളെ വിളിച്ചേക്കും. തിരിച്ചു പറയുമ്പം വി വിൽ ബി ഇൻവൈറ്റഡ് ബൈ ദം. ഓക്കെ. ഇനി നെഗറ്റീവ് നമുക്ക് പറയാം. ഞാൻ നാളെ സ്കൂളിൽ പോകും. ഐ വിൽ ഗോ ടു സ്കൂൾ ടുമോറോ. നെഗറ്റീവ് ആകുമ്പോഴോ? ഐ വോണ്ട് ഗോ ടു സ്കൂൾ ടുമോറോ. ഞാൻ നാളെ സ്കൂളിൽ പോകില്ല. ഞങ്ങൾ ആ മീറ്റിംഗിൽ പങ്കെടുക്കില്ല. വി വോണ്ട് ജോയിൻ ദ മീറ്റിംഗ്. ബില്ലിന്റെ നെഗറ്റീവ് എന്താണ്? വിൽ നോട്ട്. അതെങ്ങനെയാ പറയുന്നത്? വോണ്ട്. വി വോണ്ട് ജോയിൻ ദ മീറ്റിംഗ്. അവരിന്ന് വരില്ല. ദേ വോണ്ട് കം ടുഡേ. ദേ വോണ്ട് കം ടുഡേ. ഓക്കെ. നമ്മള് സിമ്പിൾ ഫ്യൂച്ചറിൽ വിൽ പ്ലസ് ബേസ് ഫോം എവിടെയൊക്കെയാണ് സിംപ്ലി വെൽ ഉപയോഗിക്കുക എന്ന് പഠിച്ചു. നെഗറ്റീവ് എങ്ങനെ പറയാം, ക്വസ്റ്റ്യൻ ചോദിക്കാൻ എങ്ങനെ പറയാം എന്ന് നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് എന്താണ്? ഐ വിൽ റൈറ്റ്. ഐ വിൽ ബി റൈറ്റിംഗ് ദ എക്സാം. ഫ്യൂച്ചർ കണ്ടിന്യൂസ്. അതായത് നാളെ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഒരു പ്രവൃത്തി എന്തായിരിക്കും? തുടരുകയാകും, കണ്ടിന്യൂ ചെയ്യുകയാകും എന്ന് പറയുന്നതാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ്. സബ്ജക്ട് പ്ലസ് വിൽ ബി, ഷാൽ ബി പ്ലസ് ING. ഇവിടെ വിൽ ബി ചേർത്ത് നമുക്ക് പഠിക്കാം. നോക്കിക്കേ, എന്നെ 10 മണിക്ക് ശേഷം വിളിക്കരുത്. ഞാൻ ഒന്നില്ലെങ്കിൽ പഠിക്കുകയായിരിക്കും, അല്ലെ ഉറങ്ങുകയായിരിക്കും. Don't call me after 10 PM. I will be studying or I will be sleeping. I will be studying or I will be sleeping. അടുത്ത തിങ്കളാഴ്ച 10 മണിക്ക് ഞങ്ങൾ എക്സാം എഴുതുകയാകും. അപ്പൊ അവിടെ എക്സാം കണ്ടിന്യൂ ചെയ്യുകയായിരിക്കും, എഴുതുകയാകും. അപ്പൊ എങ്ങനെ പറയും? We will be writing the exam next Monday at 10 AM. We will be writing the exam next Monday at 10 AM. 5 മണിക്ക് ഞാനൊരു സ്പീച്ച് പറയുക അല്ലെങ്കിൽ ഒരു പ്രസംഗം നടത്തുകയാകും. എങ്ങനെ പറയും? ഐ വിൽ ബി ഗിവിംഗ് എ സ്പീച്ച് അറ്റ് 5 PM. ആ സമയത്ത്, ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രവൃത്തി തുടരുകയാകും എന്ന് കാണിക്കാനാണ് ഏത് ഉപയോഗിക്കുന്നത്? ഫ്യൂച്ചറിലെ കണ്ടിന്യൂസ് ടെൻസ്. അതെന്താണ്? വിൽ ബി പ്ലസ് ING ഫോം ആണ് വരുന്നത്. അവൻ തിങ്കളാഴ്ച ജോലി ചെയ്യുകയാകും. ഹി വിൽ ബി വർക്കിംഗ് ഓൺ മൺഡേ. ING ഫോം എപ്പോഴും കണ്ടിന്യൂസ് ആക്ഷനെ കാണിക്കാനാണ്. ഹി വിൽ ബി വർക്കിംഗ് ഓൺ മൺഡേ. നാളെ ഈ സമയത്ത് അവർ യാത്ര ചെയ്യുകയാകും. They will be traveling. അത് കണ്ടിന്യൂസ് ആക്ഷൻ ആണ്. They will be traveling at this time tomorrow. They will be traveling at this time tomorrow. അടുത്ത ആഴ്ച ഈ സമയം അവർ കാനഡയ്ക്ക് പറക്കുകയാകും അല്ലെങ്കിൽ പോവുകയാകും. എങ്ങനെ പറയും? This time next week they will be flying to Canada. This time next week they will be flying to Canada. Okay. ഇനി നീ വിളിക്കുമ്പോൾ അവൾ ഉറങ്ങുകയാകും. She will be sleeping when you call. She will be sleeping when you call. The teacher will be teaching when we enter. ഞങ്ങളെ ക്ലാസ്സിൽ കയറുമ്പോൾ, ഞങ്ങളെ പ്രവേശിക്കുമ്പോഴേക്കും ടീച്ചർ എന്ത് ചെയ്യായിരിക്കും? പഠിപ്പിക്കുകയാകും. The teacher will be teaching when we enter. അവിടെ ടീച്ചർ ഇൽ എന്ന് പറയില്ല, ടീച്ചർ വിൽ എന്ന് എടുത്ത് തന്നെ പറയണം കേട്ടോ. The teacher will, ടീച്ചർ അപ്പോസ്ട്രോഫി ഡബിൾ എൽ പറയില്ല. I will, she will, he will ഒക്കെ അങ്ങനെ പറയാം. The teacher will be teaching when we enter. ഉച്ചവരെ ഞാൻ ഉറങ്ങുകയാകും. I will be sleeping until noon. I will be sleeping until noon. Okay. പാരലൽ ഫ്യൂച്ചർ ആക്ഷൻസിനെ കാണിക്കാനായിട്ട് നമുക്ക് പാരലൽ ആയിട്ട് 2 ഫ്യൂച്ചർ ആക്ഷൻസ് വരുമ്പോൾ ഫ്യൂച്ചർ കണ്ടിന്യൂസിൽ നമുക്ക് പറയാം. ഇപ്പൊ നമ്മൾ സാധാരണ പറയും കാനഡയിലൊക്കെ അവർ വർക്ക് ചെയ്യുമ്പോൾ നമ്മളിവിടെ ഉറങ്ങുകയായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങുമ്പോൾ അവരവിടെ ജോലി ചെയ്യുകയായിരിക്കും. എങ്ങനെ പറയും? രണ്ടും കണ്ടിന്യൂസ് ആക്ഷനാ. എങ്ങനെ പറയും? They will be sleeping while we will be working. പകല് നമ്മളിവിടെ വർക്ക് ചെയ്യുകയോ ആ സമയത്ത് അവരവിടെ ഉറങ്ങുകയാകും. They will be sleeping while we will be working. Okay. ഇനി നാളെ ഞങ്ങളുടെ കൂടെ നീ ഡിന്നറിന് വരുമോ? നിങ്ങൾ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുമോ? എങ്ങനെ ചോദിക്കും?
അതായത് ഫ്യൂച്ചർ പ്ലാൻസിൽ പൊളൈറ്റ് ആയിട്ട് വളരെ ഇൻഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. വിൽ യു ബി ജോയിനിങ് അസ് ഫോർ ഡിന്നർ? വിൽ യു ബി ജോയിനിങ് അസ് ഫോർ ഡിന്നർ? അല്ലെങ്കിൽ വിൽ യു ബി അറ്റൻഡിങ് ദ ഫംഗ്ഷൻ? ആ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുമോ? വിൽ യു ബി അറ്റൻഡിങ് ദ ഫംഗ്ഷൻ? ഫ്യൂച്ചറിൽ ആ സമയത്ത് നിങ്ങൾ ഞങ്ങളോട് ജോയിൻ ചെയ്യുകയാകുമോ? വിൽ യു ബി ജോയിനിങ് അസ് ഫോർ ഡിന്നർ? അല്ലെങ്കിൽ വിൽ യു ബി അറ്റൻഡിങ് ദ ഫംഗ്ഷൻ? ഓക്കെ, അപ്പൊ നമ്മള് സിമ്പിൾ ഫ്യൂച്ചർ പറഞ്ഞു, ഫ്യൂച്ചറിൽ കണ്ടിന്യൂ ചെയ്യുന്ന കാര്യത്തെ പറഞ്ഞു. ഇനി അടുത്ത നമുക്ക് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൽ എങ്ങനെ പറയാം? പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റഡ് ആക്ഷൻ. വിൽ ഹാവ്, ഷാൽ ഹാവ് പ്ലസ് V3 ഫോം ആണ്. അപ്പൊ ഇവിടെ സബ്ജക്ട് പ്ലസ് വിൽ ഹാവ് പ്ലസ് V3 ഫോം. വില്ലിന്റെ ഉപയോഗം പഠിക്കുന്നതുകൊണ്ട് നമുക്ക് എങ്ങനെ പറയാം? വിൽ ഹാവ് ഫ്യൂച്ചർ പെർഫെക്റ്റ്ലി പറയാം. അതായത് an action completed before a specific time in the future. ഫ്യൂച്ചറിൽ ഒരു പ്രത്യേക സമയത്തിന് മുമ്പ് ഒരു പ്രവൃത്തി പൂർത്തീകരിക്കപ്പെടും എന്ന് കാണിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. വിൽ ഹാവ് ചേർത്ത സെന്റൻസ് പറയുന്നത്. ഐ വിൽ ഹാവ് ഡൺ, ഞാൻ പൂർത്തീകരിച്ചിട്ടുണ്ടാകും. ഹി വിൽ ഹാവ് ഡൺ, they will have done. I will have eaten. 5 മണിക്ക് മുമ്പ് ഞാൻ എന്റെ പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടുണ്ടായിരിക്കും, എന്റെ ജോലി പൂർത്തീകരിച്ചിട്ടുണ്ടാകും. ഐ വിൽ ഹാവ് ഫിനിഷ്ഡ് മൈ വർക്ക് ബൈ 5 PM. 5 മണിക്കുള്ളിൽ ഞാൻ എന്റെ ജോലി പൂർത്തീകരിച്ചിട്ടുണ്ടാകും. വി വിൽ ഹാവ് ഈറ്റൻ ലഞ്ച് ബൈ ദ ടൈം യു കോൾ. നീ വിളിക്കുമ്പോഴേക്കും ഞങ്ങളുടെ ലഞ്ച് കഴിഞ്ഞിട്ടുണ്ടാകും. ഇപ്പോ ഫസ്റ്റ് ഇയർ ആണെങ്കിൽ 2 വർഷത്തിനുള്ളിൽ നമ്മൾ ഗ്രാജുവേറ്റഡ് ആകും. അല്ലെങ്കിൽ എങ്ങനെ പറയും? ഒരാള് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് പേര് പറഞ്ഞ് റാണി 2 വർഷത്തിനുള്ളിൽ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുമൊക്കെ, ഗ്രാജുവേറ്റഡ് ആകും. എങ്ങനെ പറയും? ഇൻ 2 years time റാണി വിൽ ഹാവ് ഗ്രാജുവേറ്റഡ്. ഇൻ 2 years time റാണി വിൽ ഹാവ് ഗ്രാജുവേറ്റഡ്. ഓക്കെ, അതുപോലെ തന്നെ ദ ഡ്യൂറേഷൻ, പോയിന്റ് ഓഫ് ടൈമിൽ ഒരു ഫ്യൂച്ചറിൽ ഒരു പ്രവർത്തിക്ക് മുമ്പ് അത് എംഫസൈസ് ചെയ്ത് പറയാൻ വേണ്ടി, എംഫസൈസ് ദ ഡ്യൂറേഷൻ അൺടിൽ എ പോയിന്റ് ഓഫ് ടൈം ഇൻ ഫ്യൂച്ചർ. അപ്പൊ നമ്മൾ നോക്കിക്കേ, ഞാൻ ഇവിടെ അടുത്ത വർഷം ആകുമ്പോഴേക്കും ഞാൻ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് 10 വർഷക്കാലമായിട്ടുണ്ടാകും. എങ്ങനെ പറയും? ബൈ നെക്സ്റ്റ് ഇയർ ഐ വിൽ ഹാവ് ലീവ്ഡ് ഹിയർ ഫോർ 10 years. ഐ വിൽ ഹാവ് ലീവ്ഡ് 10 വർഷമായിട്ടുണ്ടാകും. അടുത്ത വർഷം ആകുമ്പോഴേക്കും ഞാൻ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് 10 വർഷമായിട്ടുണ്ടാകും. ബൈ നെക്സ്റ്റ് ഇയർ ഐ വിൽ ഹാവ് ലീവ്ഡ് ഹിയർ ഫോർ 10 years. അന്നേരത്തേക്കും റാണി റിട്ടയർ ചെയ്യപ്പെട്ടിട്ടുണ്ടാകും. ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞു അപ്പോഴേക്കും ഞാൻ അല്ലെങ്കിൽ അവള് അല്ലെങ്കിൽ റാണി റിട്ടയർ ചെയ്തിട്ടുണ്ടാകും. എങ്ങനെ പറയും? റാണി വിൽ ഹാവ് റിട്ടയർഡ് ബൈ ദെൻ. റാണി വിൽ ഹാവ് റിട്ടയർഡ് ബൈ ദെൻ. തിരിച്ച് ചോദ്യമാണെങ്കിലോ അന്നേരത്തേക്കും റാണി റിട്ടയർ ചെയ്യപ്പെട്ടിട്ടുണ്ടാകുമോ? എങ്ങനെയാണെങ്കിലോ വിൽ റാണി ഹാവ് റിട്ടയർഡ് ബൈ ദെൻ. വിൽ റാണി ഹാവ് റിട്ടയർഡ് ബൈ ദെൻ. ഇപ്പൊ നമ്മൾ പറയും, സാധാരണ നമ്മൾ പറയുന്ന അടുത്ത മാസം ആകുമ്പോഴേക്കും അവർ കല്യാണം കഴിഞ്ഞിട്ട് 50 വർഷമായിട്ടുണ്ടാകും. അടുത്ത മാസം അവരുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. അന്നേരത്തേക്ക് അവർ കല്യാണം കഴിഞ്ഞിട്ട് 50 വർഷമായിട്ടുണ്ടാകും. ഇപ്പൊ എങ്ങനെ പറയും? ദേ വിൽ ഹാവ് ബീൻ മാരീഡ് ഫോർ 50 years by next month. They will have been married for 50 years by next month. ഇനി ഇത് വേറൊരു ടൈമിൽ വേറൊരു സ്ഥലത്ത് ഉപയോഗിക്കാം. അതായത് വൺ ആക്ഷൻ വിൽ ബി കംപ്ലീറ്റഡ് ബിഫോർ അനദർ ബിഗിൻ. അടുത്ത ഒരെണ്ണം തുടങ്ങുന്നതിന് മുമ്പ് വേറൊരു ആക്ഷൻ കംപ്ലീറ്റ് ചെയ്യപ്പെടുക എന്ന് പറയുന്നതിന്. അവര് ഡെഡ് ലൈന് മുമ്പ് ആ റിപ്പോർട്ട് എഴുതിയിട്ടുണ്ടാകും, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകും. ദേ വിൽ ഹാവ് റിട്ടേൺ ദ റിപ്പോർട്ട് ബിഫോർ ദ ഡെഡ് ലൈൻ. ആ സമയപരിധിക്ക് മുമ്പേ അവർ ആ റിപ്പോർട്ട് എഴുതിയിട്ടുണ്ടാകും. ദേ വിൽ ഹാവ് റിട്ടേൺ ദ റിപ്പോർട്ട് ബിഫോർ ദ ഡെഡ് ലൈൻ. ആ പരിപാടിക്ക് മുമ്പ് നമ്മളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടാകും. എങ്ങനെ പറയും? We must have arranged everything before the event. ആ ഫംഗ്ഷന് മുമ്പ് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. We must have arranged everything before the event. ഓക്കെ, ഇനി അടുത്ത നമുക്ക് നോക്കാം. ഇനി ഇതിന്റെ ചോദ്യം ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും? Will you have completed the project by next week? അടുത്ത ആഴ്ച ആകുമ്പോഴേക്കും, അടുത്ത ആഴ്ചത്തേക്കുള്ളിൽ നിങ്ങൾ ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യപ്പെടുമോ? Will you have completed the project by next week? Yes, we will have completed the project. നെഗറ്റീവ് ആണെങ്കിൽ എങ്ങനെ പറയും?
We won't have completed the project by next week. നെക്സ്റ്റ് സൺഡേ ആകുമ്പോഴേക്കും ആ ബുക്ക് ഞാൻ വായിച്ചു തീർത്തിട്ടുണ്ടാകും എന്നാണെങ്കിലോ ഐ വിൽ ഹാവ് ഫിനിഷ് ദ ബുക്ക് ബൈ സൺഡേ. തിരിച്ചതിന്റെ നെഗറ്റീവ് എങ്ങനെ പറയും? ഐ വോണ്ട് ഹാവ് ഫിനിഷ്ഡ് ദ ബുക്ക് ബൈ സൺഡേ. എന്തായാലും അതിന്റെ നോട്ട് ചേർത്ത് വോണ്ട് ഹാവ് അല്ലെങ്കിൽ won't have completed, won't have finished. I won't have finished the book by Sunday. Okay. അപ്പൊ നമ്മള് സിമ്പിൾ ഫ്യൂച്ചറിൽ വില്ല് ചേർത്ത് പഠിച്ചു. ഫ്യൂച്ചർ കണ്ടിന്യൂസില് വിൽ ബി ING ഫോം ചേർത്ത് പഠിച്ചു. ഫ്യൂച്ചർ പെർഫെക്റ്റില് വിൽ ഹാവ് B3 ഫോം പഠിച്ചു. ഇനി അടുത്ത എന്താണ്? ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസില് വിൽ എവിടെ എങ്ങനെ ഉപയോഗിക്കുന്നു നോക്കാം. അതായത് വിൽ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING, വെർബിന്റെ ING ഫോം ഓഫ് ദ വെർബ് ആണ് വരുന്നത്. ഓക്കെ. ഈ ടെൻസിന്റെ കൂടെ സിൻസും ഫോറും ഉപയോഗിക്കും ടൈമിനെ സൂചിപ്പിക്കാൻ. സിൻസ് ഫോർ. ഫ്യൂച്ചറിൽ ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രവൃത്തി കണ്ടിന്യൂ ചെയ്യുകയായിരിക്കും എന്ന് കാണിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. വലിയ കാര്യമായിട്ട് യൂസ് ചെയ്യുന്ന ടെൻസ് അല്ല ഇത്. അന്നേരം അങ്ങനെ വലിയ കാര്യമായിട്ട് നമ്മൾ നെഗറ്റീവും ക്വസ്റ്റ്യനും ഒന്നും ഇതിനകത്ത് വരുന്നില്ല. അപ്പൊ ഞാനിവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് അടുത്ത മാസം ആവുമ്പോഴേക്കും 5 വർഷമാകും. എങ്ങനെ പറയും? ബൈ നെക്സ്റ്റ് മന്ത് ഐ വിൽ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ 5 years. ഇപ്പോഴും അതെ, ഫ്യൂച്ചറിൽ അടുത്ത മാസം ആവുമ്പോഴേക്കും ഞാനിവിടെ കണ്ടിന്യൂസ് ആയിട്ട് എത്ര വർഷമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാകും? 5 വർഷം. ഫോർ പീരീഡ് ഓഫ് ടൈമിനെ കാണിക്കാനും സിൻസ് പോയിന്റ് ഓഫ് ടൈമിനെ കാണിക്കാനും. സിൻസ് ലാസ്റ്റ് മന്ത്, സിൻസ് നെക്സ്റ്റ് ഇയർ, സിൻസ് നെക്സ്റ്റ് മന്ത്. അതേസമയത്ത് ഫോർ 2 years, ഫോർ 2 weeks അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ. 6 മണി ആകുമ്പോഴേക്കും ഞാൻ 3 മണിക്കൂറായിട്ട് പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാകും. ബൈ 6 PM ഐ വിൽ ഹാവ് ബീൻ ടീച്ചിങ് ഫോർ 3 hours. 6 മണി ആകുമ്പോഴേക്കും ഞാൻ 3 മണിക്കൂർ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാകും. ബൈ 6 PM ഐ വിൽ ഹാവ് ബീൻ ടീച്ചിങ് ഫോർ 3 hours. അപ്പൊ നമ്മളിപ്പോ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്, ബസ് വരാനായിട്ട് മണിക്കൂറുകളോളം നമ്മൾ കാത്തിരിക്കുന്നു. അപ്പൊ നമ്മൾ എങ്ങനെ പറയും? വി വിൽ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ അവേഴ്സ് വെൻ ദ ബസ് അറൈവ്സ്. മണിക്കൂറുകളായിട്ട് ബസ് വരുന്നിടം വരെ ഞങ്ങൾ കാത്തിരിക്കുകയായിരിക്കും. വി വിൽ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ അവേഴ്സ് വെൻ ദ ബസ് അറൈവ്സ്. രാവിലെ മുതൽ അവൾ പഠിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. ഷി വിൽ ഹാവ് ബീൻ സ്റ്റഡിയിങ് സിൻസ് മോർണിംഗ്. She will have been studying since morning. Okay. ഇനി നമ്മള് വില്ല് പഠിച്ചു, വിൽ ബി ചേർത്ത് വരുന്നത് പഠിച്ചു, വിൽ ഹാവ് പഠിച്ചു, വിൽ ഹാവ് ബീൻ. സിമ്പിൾ ഫ്യൂച്ചറില്, ഫ്യൂച്ചർ കണ്ടിന്യൂസില്, ഫ്യൂച്ചർ പെർഫെക്റ്റില്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസില് 4 ടെൻസിലും ഓരോ സ്ഥലത്തും ഓരോന്ന് എവിടെയൊക്കെയാ ഉപയോഗിക്കുന്നെന്ന് പഠിച്ചു. ഓക്കെ. ഇനി ഇതിനകത്ത് 3 എക്സസൈസ് ചെയ്യാൻ തരാം. അത് ചെയ്ത് നോക്കിയിട്ട് കമന്റ് ബോക്സിൽ ഇടുക. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ. ഒന്നാമത്തെ നോക്കിക്കേ. അവൻ പാടും. അവൻ പാടും. നെക്സ്റ്റ് വൺ. നാളെ രാവിലെ ഞാൻ പരീക്ഷ എഴുതുകയായിരിക്കും. നാളെ രാവിലെ ഞാൻ ഒരു പരീക്ഷ എഴുതുകയായിരിക്കും. അടുത്ത മാസമാകുമ്പോഴേക്കും ഞാൻ എൻ്റെ കോഴ്സ് പൂർത്തിയാക്കിയിട്ടുണ്ടാകും. അടുത്ത മാസമാകുമ്പോഴേക്കും ഞാൻ എൻ്റെ കോഴ്സ് പൂർത്തിയാക്കിയിട്ടുണ്ടാകും. ഇത് 3 ചെയ്തു നോക്കുക. കേട്ട് നന്നായിട്ട് അത് പഠിച്ചിട്ട് എഴുതി നോക്കുക. മലയാള സഹിതമാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. അത് വെച്ച് അതിന്റെ എക്സസൈസ് ചെയ്തിടുക. ഓക്കെ. ഫ്യൂച്ചറിലെ കാര്യങ്ങളെല്ലാം പറയാൻ പല സിറ്റുവേഷനിൽ ഏതൊക്കെ ഉപയോഗിക്കുന്നെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ. അടുത്ത ക്ലാസ്സിൽ ഇതുപോലെയുള്ള ഉപയോഗപ്പെടുന്ന ഒരു ക്ലാസ്സുമായിട്ട് വരുന്നവരെ താങ്ക് യു.